നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഒരു പൂരാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ? എങ്കിൽ 2026 നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ കാലമാണ്, നിങ്ങളുടെ ഭാഗ്യ സമയമാണ്. 2026 തുടക്കത്തിൽ തന്നെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്ന നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിജയങ്ങളും വന്നു ചേരുന്ന വർഷം, വിജയത്തിന്റെ കൊടുമുടി കയറുന്ന വർഷമാണ് 2026. വേദ ജ്യോതിഷ പ്രകാരം പൂരാട നക്ഷത്രക്കാർക്ക് 2026 അത്യപൂർവമായ ഗജകേസരി രാജയോഗവും ചക്രവർത്തി യോഗവും വന്നു ചേരുകയാണ്. ഈ രണ്ട് യോഗങ്ങളും പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയേറെ മാറ്റങ്ങളാണ് പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. പൂരാട നക്ഷത്രക്കാരുടെ ഏറ്റവും ആധികാരികവും സമഗ്രവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് എന്റെ രാശിഫലയിൽ തെളിഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലം നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ മഹാദശയും അന്തർദശയ്ക്കും അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരാമെങ്കിൽ പോലും നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, നക്ഷത്ര ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഫലങ്ങൾ അച്ചിട്ടായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സകല ശനിദോഷങ്ങളും വ്യാഴദോഷങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ശനിദോഷങ്ങളും വ്യാഴദോഷങ്ങളും അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടുള്ള വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മാറി ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ, സാമ്പത്തിക വിജയങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള വിജയങ്ങൾ, കുടുംബപരമായിട്ട് ഉന്നതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ നാളുകാരുടെ ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും മാർഗ തടസ്സങ്ങളും കാര്യവിഘ്നങ്ങളും എല്ലാം മാറി, എല്ലാ രീതിയിലുള്ള ക്ലേശങ്ങളും മാറി ജീവിതം ഏറ്റവും വിജയകരമായി തീരുവാൻ പോകുന്ന വർഷം. കഴിഞ്ഞ 22 വർഷക്കാലം എടുത്തു നോക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഒരുപാട് ദുരിതങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. പക്ഷെ പുറത്ത് ആരോടും പറയാതെ നിശബ്ദമായി സഹിച്ച് ആരോടും വേദനയുടെ ഒരു ചെറിയ അംശം പോലും തുറന്നു പറയാതെ പുഞ്ചിരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പൂരാട നക്ഷത്രക്കാരായ എല്ലാവരും തന്നെ. ജീവിതത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ച മറ്റൊരു നക്ഷത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ജീവിതത്തിൽ എത്രമാത്രം സങ്കടങ്ങൾ, എത്രമാത്രം ദുഃഖങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക വിഷമതകൾ, ഇതൊക്കെ പൂരാട നക്ഷത്രക്കാരുടെ മനസ്സിനെ മാനസികമായിട്ട് വിഷമിപ്പിച്ച ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ചില അപവാദങ്ങൾ, അപഖ്യാതികളൊക്കെ പൂരാട നക്ഷത്രക്കാരായ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. ദാമ്പത്യ ബന്ധം തന്നെ പലർക്കും പരാജയത്തിന്റെ വക്കിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉറ്റവരുടെ മരണമേൽപ്പിച്ച ആഘാതം വേറെ. ദാമ്പത്യ ജീവിതം വേർപെട്ടു പോയ ധാരാളം സ്ത്രീകളെ എനിക്ക് ഇന്നത്തെ രാശിഫലയിൽ കാണുവാൻ സാധിച്ചു. വഞ്ചനയിലും ചതിയിലും പെട്ട് ജീവിതം തന്നെ മടുത്തുപോയ ചിലർ. ധനപരമായി വളരെ ക്ലേശങ്ങളാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ചിലർക്ക് ധനമുണ്ട്, പക്ഷെ അതിൻ്റെതായ ഒരു ഗുണം ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. ഇല്ലാത്തവർക്ക് ദാരിദ്ര്യ ദുഃഖം, ഉള്ളവർക്ക് ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രണയബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം വലിച്ചെറിയേണ്ടി വന്നവരുണ്ട് പൂരാട നക്ഷത്രക്കാരുടെ ഇടയിൽ. ഉറങ്ങുവാനായി കിടക്കുമ്പോൾ പോലും മനസ്സിൽ 100,000 സംശയങ്ങൾ, 100,000 സങ്കടങ്ങൾ, 100,000 വേദനകൾ കുത്തി വരുന്നു. പലപ്പോഴും നിശബ്ദമായി ബാത്റൂമുകളിൽ പോലും കയറി വാതിലടച്ച് കരഞ്ഞിട്ടുണ്ട് പല പൂരാട നക്ഷത്രക്കാരും. അത്രമാത്രം ഹൃദയ വേദനകൾ, സങ്കടങ്ങൾ, തീരാ ദുരിതങ്ങൾ പലപ്പോഴും പൂരാട നക്ഷത്രക്കാരെ വേട്ടയാടി അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ സ്നേഹം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച് ഉദാത്തമായ സമീപനത്തോടുകൂടി തന്റെ ഹൃദയം മുഴുവൻ കാഴ്ചവെച്ചിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത പങ്കാളികൾ, നിസാര പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി പിരിഞ്ഞവർ, കടബാധ്യതകൾ, സാമ്പത്തിക വിഷമതകൾ തീരാൻ കയ്യിലുള്ള ഭൂമി വിൽക്കണമെന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, നടക്കുന്നില്ല. ലഹരിക്ക് അടിമപ്പെട്ട് പ്രണയബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതം നശിപ്പിക്കപ്പെടുന്ന മക്കളെ ഓർത്ത് വിലപിക്കുന്ന അച്ഛനമ്മമാർ, ചിലരെ രോഗദുരിതങ്ങൾ വേട്ടയാടുന്നു. അങ്ങനെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ ഇന്ന് രാശിഫലയിൽ എനിക്ക് പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2026 പൂരാട നക്ഷത്രക്കാരുടെ വർഷമാണ്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വിരിയുന്ന, ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ ഭഗവാൻ മഹാവിഷ്ണു
ഭഗവതി മഹാലക്ഷ്മി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരുന്ന സമയമാണ്. എന്റെ അമ്മ മഹാമായ പുണ്യതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി നിങ്ങളെ കാത്തിരക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുന്ന വർഷം. 5 കാര്യങ്ങൾ: സാമ്പത്തികം, തൊഴിൽ, വിവാഹം, സന്താന സൗഭാഗ്യം, ഭവനയോഗം. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറെ സന്തോഷപ്പെടുത്തുന്ന 5 കാര്യങ്ങൾ സംഭവിക്കുന്ന വർഷമാണ് 2026. ഇന്നത്തെ രാശിഫലയിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചൊരു കാര്യം പറയാം: ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകൾ, പണയ ബാധ്യതകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അത്തരത്തിലുള്ള ബാധ്യതകൾ പരിപൂർണമായിട്ടും വീട്ടിൽ കിട്ടും. സാമ്പത്തികമായും തൊഴിൽപരമായിട്ടും അത്രയേറെ വളർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. കൈവെള്ളയിലേക്ക് ധനസൗഭാഗ്യം ലക്ഷ്മി ദേവി വെച്ചു തരുന്ന വർഷം. അതുപോലെ തൊഴിൽ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന വർഷം. സർക്കാർ മേഖലയിലൊക്കെ പുതിയ ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ്. വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ട് നടക്കാതെ പോയ ആ സ്വപ്നം പൂവണിയുന്ന ഒരു സമയമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരും കേട്ടോ. പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിൽ ഉള്ളവർക്കൊക്കെ നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സർക്കാർ മേഖലകളിലും സ്വകാര്യ മേഖലകളിലും ധാരാളമായിട്ട് തൊഴിലവസരങ്ങൾ വന്നു ചേരും. എടുത്തു പറയേണ്ട 2 കാര്യം: കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല കാരണങ്ങളാൽ വിവാഹ യോഗം ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ വിവാഹമൊക്കെ ആലോചിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല, അടുത്ത് വന്നു എന്ന് തോന്നും, പക്ഷെ അപ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അത് തട്ടിമുട്ടിപ്പോകും. അങ്ങനെയുള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ഭവന യോഗം, വീട് പണിയൊക്കെ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പുരയിടം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് ആ സ്വപ്നം പൂവണിയുന്ന സമയമാണ് 2026. എത്ര ശനിദോഷം ഉണ്ട് എന്ന് പറഞ്ഞാലും ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് വെച്ചടി ഉയർച്ചയായിരിക്കും. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ശരി, നിങ്ങൾക്ക് വെച്ചടി ഉയർച്ച മാത്രമായിരിക്കും വന്നു ചേരും. പഠിക്കുന്നവർ ആണെങ്കിൽ പഠനത്തിൽ നിന്ന് മേന്മ കൊയ്യും, തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലിൽ നിന്ന് മേന്മ കൊയ്യും. അതല്ല, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ധനലാഭം, അപ്രതീക്ഷിതമായ ധനലാഭം ആ ബിസിനസ്സിൽ നിന്ന് വന്നു ചേരും. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ സമയമാണ്. പുതിയ ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നത് ഗുണകരമായിട്ട് മാറും. ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ബന്ധങ്ങളായിരിക്കും വന്നു ചേരുക. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ചില ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ സ്വന്തമോ ബന്ധമോ ഒക്കെ ആയിരിക്കാം. അത്തരം ബന്ധത്തിൽ നിന്ന് ചില ദോഷങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. സ്വന്തം നിലയ്ക്ക് നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം വളരെ വലിയ വിജയത്തിലേക്ക് പോകും. പക്ഷെ കൂട്ടു സംരംഭങ്ങൾ, കൂട്ടു ബിസിനസ്സുകൾ, പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ അങ്ങനെയൊക്കെ നടത്തുന്നവർ അല്പസ്വല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ആദ്യം പറഞ്ഞതുപോലെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുക, അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലമാറ്റം ലഭിക്കുക, അല്ലെങ്കിൽ കർമ്മ മേഖല മാറുക, പുതിയൊരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, ഇതൊക്കെ സംഭവിക്കുന്ന വർഷമാണ് 2026. അവിടെ വിജയം തന്നെയായിരിക്കും വന്നു ചേരുക. വളരെയധികം ശത്രുക്കളുടെ ഇടയിൽ താമസിക്കുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം ശത്രുദോഷങ്ങള്, ദുർമന്ത്രവാദങ്ങള്, ഇരിച്ചില്, വിളിച്ചപേക്ഷകള് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സർവ്വ ശത്രുദോഷങ്ങളും മാറി നിങ്ങൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്യും 2026. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹിക പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ,
അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക, ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഈടവും, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026 ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 ആണ്ട് മേടമാസവും ഇടവമാസവും, 1202 ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026. ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി, വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026 ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ 2 കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ 2 യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് 2026. ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം, ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026 ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്.
പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം. അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും, മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി, അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നേരോടെ, നെറിവോടെ, നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും, കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. ദുർഗാ ക്ഷേത്രങ്ങൾ, ദേവീ ക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുവഴി 2026 നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ യോഗത്തിന്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേറൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.